ഹൃദയത്തിൽ നിർത്തിയ അതേപോലത്തെ ഭാവം. ഏത് ഭാവത്തില് കണ്ടാൽ ആ ഭാവം ഗ്രഹിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണ് ഭഗവാൻ എന്ന് പറയുന്നത്. പക്ഷെ ആ ഭാവത്തെ ഗ്രഹിച്ച് ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കും വേണമെങ്കിൽ, അതായത് ഭക്തന്റെ ദാസനായിട്ട് മാറണം ഭഗവാൻ. ഭക്തന്റെ ദാസനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അതായത് ആരാണ് ഭഗവാനെ ഭക്തിപൂർവ്വം സ്മരിക്കുന്നത്, അവർ ജീവിക്കുന്നത്, അവരുടെ ദാസനായി വരും ഭഗവാൻ എന്ന് പറയുന്നത്. ആ ഭക്തന്റെ ദാസൻ, നിങ്ങൾക്ക് അതിന്റെയും ദാസനാണ് ഭഗവാൻ. അപ്പൊ അത്രയും നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് വെറുതെ ഈ അമ്പലഭക്തി മാത്രമാവരുത്. ഭഗവാനെ പരിപൂർണമായിട്ട് സേവിക്കുക, വിശ്വസിക്കുക, ഭഗവാനെ സ്നേഹിക്കുക. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഭഗവാനുള്ള സ്നേഹമാണ് ഭക്തി എന്ന് പറഞ്ഞാൽ. ഈ കാലഘട്ടത്തില് എല്ലാ ആളുകൾക്കും ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ പ്രായത്തിൽ നമ്മൾ അമ്പലത്തിൽ പോവോ, നാരായണീയം വായിക്കുകയോ ഭഗവത്ഗീത ചൊല്ലാൻ പഠിക്കുകയോ ഒക്കെ ചെയ്ത് തന്നെ ഹിന്ദു വീടുകളിലുള്ള അമ്മമാർക്കൊക്കെ പേടിയോ, അയ്യോ എന്റെ മോളിന് ഇനി സന്യാസത്തിലേക്ക് പോകുമെന്ന്. നമ്മൾ മറ്റു റിലീജിയൻസിനെ നോക്കുക, അവരെല്ലാവരും അവരുടെ ലൈഫില് അവർക്കൊരു മെറ്റീരിയലിസ്റ്റിക് സ്റ്റഡി ഉണ്ട്. നമ്മൾ ഈ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഇതൊന്നും പഠിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള പ്രശ്നത്തിന് പരിഹാരം ആവില്ല. നമുക്ക് എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ മൈൻഡിന്റെ പ്രശ്നത്തിന് പരിഹാരമാണെങ്കിൽ സ്പിരിച്വൽ സ്റ്റഡി കൂടി വേണം. അപ്പൊ എന്തായാലും നമുക്ക് എയ്ഡ് വേണം. ഒന്നുമില്ലാന്ന് തോന്നുമ്പോൾ പിടിക്കാനൊരു പിടിവഴി നമുക്ക് എന്തായാലും വേണം. അതെന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ്. അപ്പൊ എന്തായാലും എല്ലാവരും ലൈഫില് എന്താ പറയാ, എല്ലാ റിലീജിയൻസ് പറയുന്നത് തന്നെയാണ്, നമ്മൾ ഈ മെറ്റീരിയലിസ്റ്റിക് സ്റ്റഡി കൊണ്ട് നമുക്ക് എങ്ങനെ ജീവിക്കാമെന്നേ ഉള്ളൂ. പക്ഷെ ആ ജീവിതം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ചു തീർക്കുക, ഇനിയൊരു ലൈഫ് വേണ്ട. അതായത് ബർത്ത് ഡെത്ത് അങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് പോകാനുള്ള അല്ല മനുഷ്യ ജീവിതം. നമ്മൾക്ക് ഇതിനൊരു എൻഡ് വേണം. അപ്പൊ ഏത് സ്പിരിച്വൽ ബുക്സ് എടുത്ത് നോക്കിയാൽ അവർ പറയുന്നത് അനദർ സ്പിരിച്വൽ വേൾഡ്. ഈ വേൾഡ് ടെമ്പററി ആണ്, നമുക്ക് വേറെ വേൾഡിൽ പോകണം, അവിടെയാണ് ഈശ്വരൻ ഉള്ളതെന്ന് പറയും. ശ്രീമദ് ഭാഗവതം എടുത്ത് നോക്കിയാൽ 5ാമത്തെ സ്കന്ധത്തിൽ പറയുന്നില്ല എന്താണ് ആ സ്പിരിച്വൽ വേൾഡ് എന്നുള്ളത്, ഗോലോകം, വൈകുണ്ഠ ലോകം. അപ്പൊ അവിടേക്ക് നമ്മൾ 1ാം ക്ലാസ്സിൽ ക്വാളിഫൈ ചെയ്താലേ 2ാം ക്ലാസ്സിലേക്ക് എത്തുള്ളൂ. 10th ക്വാളിഫൈ ചെയ്താലേ അടുത്ത ലെവലിലേക്ക് പോകുന്നത്. ഓരോ മനുഷ്യ ജന്മവും ആത്മാവിന്റെ ഓരോ ജേണിയാണ്. ഈ ആത്മാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ വേറൊരു സ്ഫുരണം മാത്രമാണ്. നമ്മളിപ്പോ ഒരു പ്രകാശത്തിന്റെ തുണ്ടി, ഇപ്പൊ സൂര്യനിൽ നിന്ന് വരുന്ന ഒരു പ്രകാശത്തിന് ജസ്റ്റ് കണിക മാത്രമാണ് നമ്മൾ. ആ ഒരു കേവലമായ ജ്ഞാനം മാത്രമല്ല, അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഭഗവാന്റെ ശരീരത്തിൽ വരുന്നു. 5ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട് അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ. അത് ഏതോ ഒരു ബ്രഹ്മാണ്ടത്തിൽ, ഏതോ ഒരു ഭൂമണ്ഡലത്തിൽ, ഏതോ ഒരു ഭൂമിയില്, ഏതോ കേട്ടോ ഭൂമി എന്ന് പറഞ്ഞ കാര്യം ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്നാ പറയണത്. അവിടെ ഇപ്പൊ ദ്വാപരയുഗം നടക്കുന്നുണ്ട്, അവിടെ ശ്രീകൃഷ്ണ ജനനം നടക്കുന്നുണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഏതോ ഒരു ബ്രഹ്മാണ്ടത്തില്, ഏതോ ഒരു ഭൂമിയില്, ഏതോ ഒരു ഏഷ്യയില്, ഏതോ ഒരു ഇന്ത്യയില്, ഏതോ ഒരു കേരളത്തില് ഇത്ര കേവലമായിട്ടിരിക്കുന്ന നമ്മളാണ് നമ്മൾ വലിയ ആളുകളാണെന്ന് ഭാവിക്കുന്നത്. ഇതെല്ലാം നമ്മുടേതാണ്, ഈ ഭൂമി നമ്മുടേതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വെട്ടിപ്പിടിക്കുമ്പോൾ എന്നിട്ട് എന്താ പറ്റുക? ടൈം സ്പാൻ എന്ന് പറഞ്ഞാൽ എത്രയാ? ഇപ്പൊ എത്ര ആളുകൾക്ക് ടൈം സ്പാൻ കിട്ടുക? 60 വയസ്സിന് മേലെ പോണ ഒരു കുറവാണ്. ആ 60 വയസ്സിന് മേലെ കിട്ടിയാൽ തന്നെ അത് പല പല രോഗങ്ങള്, വിഷമങ്ങള്, യാതനകള് പിന്നോട് തന്നെ ചോദിക്കും. ഇന്നലെ ഞങ്ങളുടെ അവിടെ ചമ്രവട്ടം, പൊന്നാനി അടുത്ത് ഗുരുവായൂർ പോണ റൂട്ട് വൈരംകൊട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു ക്ഷേത്രത്തിൽ തന്നെ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് ദീപപ്രജ്വലനം ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനവിടെ ചെന്നിരിക്കുമ്പോ കുറച്ചു പേർക്കൊക്കെ അറിയാട്ടോ തന്നെ, കുറച്ചു പേർക്ക് അറിയാം. അപ്പൊ ഒരു അടുത്തിരുന്ന ചേട്ടൻ പറഞ്ഞു, ഏത് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ചോദിച്ചായിരുന്നു. അവൻ ഏത് സീരിയലിലായിരുന്നു ഉണ്ടായിരുന്നത്? അതായത് അവിടെ ഇങ്ങനെ സെലിബ്രിറ്റീസ് അല്ലേ വന്നിട്ട് ഇത് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഞാൻ സിനിമയിലും അഭിനയിച്ചിട്ടില്ല, സീരിയലിലും അഭിനയിച്ചിട്ടില്ല. എനിക്കിങ്ങനെ ഭഗവാനെ കുറിച്ച് ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ ചേച്ചിമാരെ പോലെ സാധാരണക്കാരിയായ സ്ത്രീയാണ്. സാധാരണ കുടുംബം നോക്കണം, കുട്ടീനെ നോക്കണം, ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഞാൻ എന്റെ ഭക്തിപരമായിട്ടുള്ള ഭഗവാന്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അത് കുറച്ച് അമ്മമാരും ചേട്ടന്മാരും ഒക്കെ കാണാറുണ്ട്. അത്രേ ഉള്ളൂ എനിക്ക്. അപ്പോ എന്താ പറയുക, ആ ഒരു എല്ലാവരുടെയും മനസ്സിൽ അതാണ്, ഇങ്ങനെയുള്ള മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നവരെ മാത്രമാണ് സെലിബ്രിറ്റി എന്നാണ് അവരുടെ വിചാരം. നമുക്ക് ആ സെലിബ്രിറ്റി പറയുന്നതിന്റെ ഇത് തന്നെ നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കും. ആ ഒരു മാറ്റം എന്റെ കാര്യത്തിൽ ഉണ്ടാക്കിയത് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പോ നമ്മൾക്ക് ഈ റോഡിൽ പോകുന്ന പുള്ളിന്റെ പോലെ വിലയില്ലാതിരുന്ന എനിക്ക് ഇന്നലെ അത്രയും പേരുടെ മുന്നിൽ വെച്ച് ആ അമ്പലത്തില്
ഉത്തരാഖണ്ഡില് ഈ ലോകത്തിലെ എല്ലാ ആളുകളും ഹൃദയത്തിലേയുള്ള ക്ഷേത്രമാണ്. അറിയാലോ അതിന്റെ പ്രത്യേകത. നരനാരായണമൂർത്തി ഉള്ള ക്ഷേത്രം. നിന്റെ സ്വഭാവമാണ്, നീ കുട്ടികളുടെ സ്വഭാവമാണ്. അത് പ്രത്യേകിച്ച് ഈ ക്ഷേത്രം എന്നെ അങ്ങനെ വലിയ മെച്ചൂരിറ്റി ആയിട്ടൊന്നും ഇങ്ങനെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമെങ്കിലും ചില സിറ്റുവേഷനിൽ വരുമ്പോൾ ഞാൻ ചെറിയ കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യും. അപ്പൊ ഞാൻ രാമജി രാമജി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ എന്റെ കൂടെയുള്ളവർക്ക് പറഞ്ഞ അവരത് ശ്രദ്ധിക്കും കൂടി ചെയ്യില്ല. പക്ഷെ അയാൾ ശ്രദ്ധിച്ചു. അയാൾ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയല്ല. എന്നിട്ട് ആള് കണ്ടിട്ടുണ്ടോ എന്തോ, അയാൾ മലയാളിയാണല്ലോ, ചിലപ്പോ കണ്ടിട്ടുണ്ടാവോ എന്താ അറിയില്ല. ആള് തിരിഞ്ഞു നോക്കിയിട്ട് പട്ടാളക്കാരനോട് പറഞ്ഞു അതൊക്കെ കയറ്റി വിടാൻ പറഞ്ഞു. അങ്ങനെ അത്രയും നമ്മൾ പൈസ കൊടുത്ത് ചെല്ലുന്നിടത്ത് അതിന്റെ മുന്നിൽ, അതായത് ഭഗവാൻ ഇരിക്കുന്നത് തൊട്ട് മുന്നിൽ ആ പടി കഴിഞ്ഞാൽ അടുത്ത് എന്നെ കൊണ്ട് പിടിച്ചിരുത്തി അവര്. അപ്പൊ 5 ഉണ്ടായിരുന്നു, ബാക്കി 3 വേറെ 2-3 ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് കയറണമല്ലോ. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് ഞങ്ങളെ കൂടി കേൾക്കാൻ പറയുന്നില്ല പറയുന്നത്. പക്ഷെ ആ പട്ടാളക്കാർ പറഞ്ഞു ഒരൊറ്റ ആളെ അലോ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ എനിക്കും റിഗ്രറ്റ്. ഇവിടെ ഇവരിരുന്ന് കരയുന്നുണ്ട്, എനിക്ക് ഭഗവാനെ അടുത്ത് കാണുന്നുണ്ട്. പക്ഷെ എന്നാലും അത് എന്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഞാൻ ആഗ്രഹിച്ചു ഇവിടെ എത്ര യോഗ്യത ഉണ്ടെങ്കിൽ ഭഗവാൻ പൈസ തൊട്ടാലൊക്കെ അത് സാധിച്ചു. ഇനി ഞാൻ തന്നെ പറഞ്ഞു എന്റെ കൂട്ടുകാരിമാരെ ഭഗവാനെ പുറത്തെടുക്കണം, അങ്ങനെ അവരെ കൂടി കേൾക്കണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ട അവിടെ ഇരിക്കണം. ഞാൻ പുറത്തിറങ്ങിയപ്പോ ഇവിടൊക്കെ പറഞ്ഞു നീ എന്നെ പുറത്ത് വന്ന് നിനക്ക് കുറച്ചുകൂടെ അവിടെ ഇരുന്നൂടായിരുന്നു, അറ്റ്ലീസ്റ്റ് നിനക്കെങ്കിലും അവിടെ കുറച്ച് നേരം ഇരുന്നൂടായിരുന്നു എന്ന് ചോദിച്ചു തരണം. പക്ഷെ അതൊക്കെ ഓരോ അനുഭവങ്ങളാണ്. ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഇത് മാത്രമല്ല, ഓരോ ദ്വാരകയിൽ ചെല്ലുമ്പോൾ ദ്വാരകാതി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ക്ഷേത്രം നമ്മുടെ ശ്രീ ശങ്കരാചാര്യ 4 മഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്, 4 കോർണറിൽ. ചതുർധാമിൽ ഒന്നാണ് ദ്വാരക. അപ്പൊ ദ്വാരകയിൽ ഒരു മഠമുണ്ട്, ശ്രീ ശങ്കരാചാര്യ മഠമുണ്ട്. അപ്പൊ ക്ഷേത്രത്തിന് തൊട്ടുപുറത്ത് ആ മഠ ഇരിക്കുന്നത്. അപ്പൊ മഠത്തിൽ ഞാനിങ്ങനെ പോകുമ്പോൾ ഞാനും മോളും എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ അവിടെ ഇരിക്കുന്ന ഒരു സ്വാമിജിന്ന് വെള്ളം കൊടുത്തു. എന്നിട്ട് ഇന്റെ അടുത്ത് വെള്ളം എത്തിയപ്പോ ആ സ്വാമിജി പറഞ്ഞു മാറി നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വല്ലാണ്ട് എന്തിനാണ് ആളെ എന്നെ മാത്രം മാറി നിൽക്കുന്നത്. എല്ലാവരും കൊടുത്തിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, വെള്ളം തന്നിട്ട് പറഞ്ഞു എന്റെ പേര് വെച്ചു പാർവതി, നെറ്റിയിൽ എന്തോ പ്രത്യേകത ഉണ്ടല്ലോ എന്ന് പറഞ്ഞോട്. അപ്പൊ ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല. എവിടെന്നാ വരുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കൃഷ്ണന്റെ കഥ പറയും ഞാൻ ഇങ്ങനെ. അതെയോ നല്ല കാര്യം. എന്നാ പോയിട്ട് ഭഗവാൻ ഭക്ഷണം കഴിച്ചോളാൻ പറയും, എന്റെ പേര് പറഞ്ഞാൽ മതി. സ്വരൂപം തരുന്ന സ്വാമിയുടെ എന്റെ പേര് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ അത്ഭുതപ്പെടി. എന്നെ കൂടെ എത്രയോ ആളുകൾ 150 ആളുകൾ വന്ന ഗ്രൂപ്പില് പിന്നെ വിളിച്ചു നിർത്തിയിട്ട് പോയി ഫുഡ് കഴിച്ചോളൂ. ആ ചേച്ചിയുണ്ട്, മോളുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചു. എന്ന് വെച്ചാൽ അവിടെ ബ്രാഹ്മണ കുട്ടികളുണ്ട് വേറെ കഴിക്കണം. ആ കുട്ടികളുടെ കൂടെ എത്തി ഭഗവാൻ ദ്വാരകാധീശന്റെ പ്രസാദം ഞാൻ കഴിക്കാം. എന്നിട്ട് ഞാൻ കഴിച്ച് പുറത്തിറങ്ങുന്ന സ്വാമി പറഞ്ഞേ ഞാൻ ഇനിയിപ്പോ ഇവിടെ ഉണ്ടായില്ല എന്ന് വരും, എന്നാലും കുട്ടി വന്നോളൂ, പോണത് വരെ എന്റെ പേര് പറഞ്ഞോളൂ ഭക്ഷണം കഴിച്ചോളൂ പറഞ്ഞു. ഞാൻ പിന്നെ ആ സ്വാമിജിയെ കണ്ടിട്ടേ ഇല്ല അവിടെ. പക്ഷെ ഞങ്ങൾ എന്ന് പോണത് വരെ എല്ലാ ദിവസവും ഒരു നേരം ഞാൻ അവിടെ പോയി എനിക്ക് അവിടെ ശിവസ്വരൂപ സ്വാമിജി പറഞ്ഞാന്ന് പറയുമ്പോ അവരൊക്കെ ഇരിക്കോളൂ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അവിടെ പിന്നെ ലാസ്റ്റ് പോകുമ്പോൾ ഞാൻ സ്വാമിജിനെ വിളിച്ചു. ആള് ഹിന്ദിയിലാണ് സംസാരിക്കും, നല്ല ഹിന്ദി അറിയുന്നതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ പോവാട് സ്വാമിജി ഹരേ കൃഷ്ണ ജയശ്രീ ദ്വാരകാധീഷ്ണ അദ്ദേഹം പറഞ്ഞു. അതാണ് എവിടെ പോകുമ്പോഴും ഒരു ഭഗവാന്റേതായ കുട്ടി എന്നുള്ള ഒരു കൺസിഡറേഷൻ എല്ലാ അമ്പലങ്ങളിലും ചെല്ലുമ്പോഴും. പക്ഷെ ഞാനത് ഒരിക്കലും മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പൊ ഞാനത് എൻജോയ് ചെയ്യാം. അവിടെ പോകുമ്പോഴോ ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്ന ആളാണെന്നുള്ള ഇപ്പൊ ഞാനത് സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ചു. ആദ്യം ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോ അമ്മ കൂടി പറയും, അമ്മ അച്ഛനും ഇഷ്ടമല്ല. അച്ഛൻ പറയും നല്ല കുടുംബം, ജോലിയുണ്ട്, നല്ല ഭർത്താവ്, കുട്ടിയെല്ലാം ഉണ്ട്, ഹരേ രാമ പറഞ്ഞ് നടക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം. എന്തിന്റെ ആവശ്യമാണ് ഇവർക്ക് എന്ന് അച്ഛൻ ഇങ്ങനെ കളിയാക്കും. അച്ഛൻ മൊബൈലിൽ കുട്ടിയുടെ മറ്റേ പൊളിറ്റിക്സ് മറ്റേ ഫേസ്ബുക്ക് പോസ്റ്റ് അടിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ പറയാം അച്ഛൻ ഈ സമയം രണ്ട് നാമം ജപിച്ചൂടെ എന്ന് ചോദിക്കുമ്പോ എന്നെ കളിയാക്കും. ഓടിയിട്ട് എനിക്ക് നാമം ജപിക്കാനുള്ള സമയം ഞാൻ നാമം ജപിച്ചോളാം എന്ന് പറയാൻ കളിയാക്കും. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് ഇങ്ങനെ പാടിക്കോടിട്ടേക്കും. പിന്നെ ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് അച്ഛനൊക്കെ ആദ്യം കുറച്ച് പ്രശ്നമില്ല. പിന്നെ എന്റെ വീട്ടിൽ വരികയാണെങ്കിൽ മോളെ ഇപ്പൊ ഭഗവാൻ ഭക്ഷണം വെക്കണ്ടേ മോളെ എന്ന് പറഞ്ഞാൽ അവരിപ്പോ ചെയ്യാനൊക്കെ എനിക്ക് മനസ്സിലായത് നമ്മുടെ ഇതിലേക്ക് ഇങ്ങോട്ട് അമ്മ നമ്മുടെ സറൗണ്ടിങ് ഇപ്പൊ അമ്മ ചേഞ്ചായി. അമ്മ ഇപ്പൊ നാമം ജപിക്കാൻ തുടങ്ങി. അമ്മയ്ക്കൊരു ലഡ്ഡു ഗോപാലുണ്ട്, അതിന് ഡ്രസ്സ് മാറ്റിയിടാറുണ്ട്. ഇതിന്റെ അടുത്ത് ചെല്ലുമ്പോ അമ്മ പായസം വെച്ചിരിക്കുക ഭഗവാന്. ആദ്യം ലഡ്ഡു ഗോപാലിനെ കഴിക്കുമ്പോ അമ്മയുടെ പുച്ഛ ഭാഗത്തേക്ക് നോക്കുമായിരുന്നു. ഞാൻ അവിടെ കുറച്ച് ദിവസം കണ്ണിന് സർജറിക്ക് വേണ്ടി ഇവിടെ അത് കണ്ണിന് സർജറി ചെയ്തത് കൂടി ഭഗവാന്റെ തന്നെ. വൃന്ദാവനം അറിയാലോ ഉത്തർപ്രദേശില്. വൃന്ദാവനത്തില് നിധിവാനത്തിൽ പോകുമ്പോ അവിടെ നിറയെ കുരങ്ങന്മാരാണ്. അപ്പൊ അവര് നമ്മുടെ ഒന്നും
കഴിക്കില്ല, പക്ഷെ നമ്മുടെ കണ്ണട എടുത്തോളൂ. ആ കുരങ്ങന്മാർക്ക് കണ്ണടയാണ് പ്രധാനം, അവർക്ക് വേറെ ഒന്നും വേണ്ട. നമ്മൾ കണ്ണട വെച്ച് തന്നാൽ അവര് ആ കണ്ണട വലിച്ച് പറിച്ചെടുത്തോളൂ, എന്നിട്ട് അത് പൊട്ടിച്ച് എവിടെയെങ്കിലും ഒക്കെ കളയും. അപ്പൊ അവിടെ ചെല്ലുമ്പോ എല്ലാവരോടും നമ്മളോട് പറയും കണ്ണട ഊരിയിട്ട്. അപ്പൊ എനിക്ക് ഷോർട്ട് സൈറ്റുള്ള ആളായിരുന്നു അത്. അപ്പൊ ആ സമയത്ത് ഞാൻ ആ വൃന്ദാവനത്തിൽ ഏത് ക്ഷേത്രത്തിൽ പോയോ അവിടെ നിന്ന് എനിക്ക് ഭഗവാനെ വ്യക്തമായിട്ട് കാണും. എനിക്ക് ഇത്ര ദൂരത്തുനിന്ന് കഴിഞ്ഞാൽ പിന്നെ പരപരാന്നുള്ള കണ്ണിനത്ര കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വളരെ വിഷമിച്ചിട്ടാണ് കണ്ണട എടുത്ത്. അപ്പൊ ഫസ്റ്റ് വന്നിട്ട് ആലോചിച്ചു എന്താ ഇതിനൊരു കണ്ണടി. അങ്ങനെയാണ് ചൈതന്യ ഐ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചിട്ട് അതിന് ലേസർ ചെയ്യാൻ പറ്റും പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ഇത്രയും പൈസ കൊടുത്ത് ഞാൻ ലേസർ ചെയ്യണമായിരുന്നു, ചിന്തിക്കും കൂടി ചെയ്യില്ല. പക്ഷേ ആ സമയത്ത് യൂട്യൂബ് ചാനൽ ഉണ്ടായി, ആ സമയത്ത് കോവിഡ് കുറെ ആൾക്കാർ വ്യൂസ് ചെയ്തു. സത്യമാണ് മോണിറ്ററി ബെനിഫിറ്റ് എനിക്ക് ഉണ്ടായി. പക്ഷെ ആ മോണിറ്ററി ബെനിഫിറ്റ് ഞാൻ എപ്പോഴും ഭഗവാൻ എന്നുള്ള രീതിയാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു നീ പോയിട്ട് സർജറി ചെയ്തിട്ട് ഒന്നും കൂടി വാ എന്നിട്ട് എല്ലാം കാണുമെന്ന് പറയണ പോലെ ഞാൻ അപ്പൊ സർജറി ചെയ്യുമ്പോ ഇപ്പോഴാണെങ്കിൽ പേടിയാവുക. ഇപ്പൊ സൈറ്റ് അടിച്ചു നോക്കിയാൽ 100 സക്സസ് ആവും, കണ്ണിന്റെ കാഴ്ചശക്തി പോവും, പിന്നെ പലതരത്തിലുള്ള അലർജി പ്രോബ്ലം ഉണ്ടാവുന്നൊക്കെ ഇപ്പോഴും ഞാൻ വായിക്കുമ്പോ കാണുന്നത്. പക്ഷെ അന്ന് എനിക്ക് വൃന്ദാവനത്തിൽ പോയി ഭഗവാനെ കാണണം, അതിനു വേണ്ടി മാത്രം കണ്ണ് തുറന്ന് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ആദ്യം കാണും, പിന്നെ ഞാൻ വൃന്ദാവനത്തിൽ പോയി ഒന്ന് ഭഗവാനെ കാണും. ആ ലക്ഷ്യം മാത്രം വെച്ചിട്ട് ഞാൻ ആ സർജറി ചെയ്തു. അപ്പൊ അതിന് മുന്നേ ഞാൻ ഈ കണ്ണട വെച്ചിട്ടായിരുന്നു. എന്റെ പഴയ വീഡിയോസ് ഒക്കെ കാണാം, എല്ലാം കണ്ണട വെച്ചിട്ട്. അപ്പൊ ഒരാൾ ചോദിച്ചു ഇത്ര വലിയ ഭക്തിയാണല്ലോ, എന്റെ കാഴ്ചയ്ക്ക് ചിന്തിച്ചു തരാൻ എന്റെ കൃഷ്ണനോട് പറഞ്ഞൂടെ എന്നൊരു കമന്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു. ഞാൻ കണ്ണട വെക്കാതെ വീഡിയോ ചെയ്തിട്ട് പറഞ്ഞു, കണ്ടില്ലേ ആ ചേട്ടന്റെ ആ ചോദ്യത്തിന്റെ ഉത്തരാണ് ഇപ്പൊ ഭഗവാൻ തന്നത്. ഇപ്പൊ ഞാൻ ഈ കണ്ണട വേണ്ട, എനിക്കിപ്പോ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അത് എന്നുവെച്ചാൽ 32 വയസ്സോടായിരുന്നു ഞാൻ ആ സർജറി ചെയ്യുമ്പോ. അപ്പൊ അവര് പറഞ്ഞു 50-50 ചാൻസ് ആണ്, ചിലപ്പോഴേ സക്സസ് ആവുള്ളൂ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അത് ഓക്കെ ആയി, ഭഗവാനല്ലേ ഓക്കെ ആക്കിയത്. അപ്പൊ നമ്മളെന്താണോ ആ വിശ്വാസത്തില്, ഭഗവാനുള്ള വിശ്വാസത്തില് നമ്മൾ എങ്ങോട്ട് പോയാൽ മതി, ഒന്നും ആവശ്യപ്പെടാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നു പോകും. ആ 9ാമത്തെ അധ്യായത്തിലെ 22ാമത്തെ ശ്ലോകം നമ്മള് എന്താ പറയാ, എല്ലാം ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള ഭക്തന്റെ യോഗക്ഷേമവും ഞാൻ നോക്കിക്കൊള്ളാന്ന് പറയില്ലേ. അനന്യ ചിന്തയന്തോമാം ഏതിനകത്ത് അടിയുപാസതയെ തേശാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യം. അതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ എന്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം ഇങ്ങനെ ഭഗവാനെ നമുക്ക് ഉണ്ടാകാത്ത കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഭഗവാൻ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ എന്റെ അനുഭവമാണ്. അപ്പൊ ഈ 5 വർഷം കൊണ്ട് സത്യയിൽ വന്ന ശേഷമുള്ള മാറ്റം തന്നെയാണ്. ഞാൻ വീട്ടിൽ ഒതുങ്ങിയിരുന്ന് എന്റെ കാര്യങ്ങൾ നോക്കി ജോലിക്ക് പോയിട്ട് വരുന്ന ഒരാളായിരുന്നു. ആ ആളെ ഞാൻ വീട്ടിലുള്ള ഒരാളെ കൊണ്ട് ഇപ്പൊ എന്റെ സ്ഥാനത്ത് ഇപ്പൊ വീട്ടിൽ പണിയൊന്നും ഇല്ലാതെ ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു കുട്ടിയായിട്ട് പറഞ്ഞെങ്കിൽ ആരും ശ്രദ്ധിക്കില്ല. ആ കുട്ടിക്ക് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് വെറുതെ ഇത് ഭക്തി പറഞ്ഞ് നടക്കണമെന്ന് പറയും. അതാണ് ഞാനൊരു കാഷായ വേഷത്തിൽ സന്യാസിനിയായിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അമ്മമാർ കുട്ടികളൊക്കെ പറയുമ്പോഴാണ് അത് കേൾക്കരുത്, നീ ഇതുപോലെ ഇരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ നിശ്ചയമാണ് ഇങ്ങനെ ഒരാൾ തന്നെ എന്റെ കാര്യങ്ങൾ ഈ കലിയുഗത്തിൽ പറഞ്ഞു കൊടുത്താലേ ഇവർക്കൊക്കെ കണ്ണു തുറക്കുള്ളൂ. ഭക്തി എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ സന്യാസം സ്വീകരിക്കേണ്ടതല്ല, നമ്മുടെ ജീവിതത്തിൽ ഭഗവാന്റെ ഒരു പാർട്ടാക്കി കൊണ്ടുപോകുന്നതാണ് ഭക്തി. അത് ചെറിയ പ്രായത്തിലേ മുതലേ ഉണ്ടാവണം. അപ്പൊ അത് കുട്ടികളെ എത്രയും നല്ല കുട്ടികളായിട്ട് വരും. അത് നമ്മുടെ പഴയ കൾച്ചറായിരുന്നു എന്നുള്ളത് എന്താ പറയാ, ഇപ്പോഴാണ് അത് ആളുകൾക്ക് അത് കൂടുതലായിട്ട് എന്താ പറയാ, അത് കൂടുതലായിട്ട് ഈ കലിയുഗത്തിൽ എത്തിക്കാനായിട്ട് കൊറോണ പോലുള്ള ദുരിതങ്ങള്, ദുഃഖങ്ങള്, ഇനിയും വരും പ്രളയം, അത് ഇതെന്നൊക്കെ പറയുമ്പോ ആളുകൾക്ക് മനസ്സിന് ആശ്വാസം ഉണ്ടാവാനായിട്ടുള്ള രത്നം എന്ന് പറഞ്ഞ ഈശ്വര വിചാരം മാത്രമാണ്. അപ്പോ ഇത്രയും ആളുകൾ മരിച്ചു, പ്രളയം വന്ന് മരിക്കുന്നു, രോഗങ്ങൾ വന്ന് മരിക്കുന്നു. അപ്പൊ നമ്മളെല്ലാം ഡിപ്രസ്ഡ് ആണ്. അപ്പൊ നമ്മൾ എന്തിനാ ഈ ജീവിക്കണം, മരിക്കാൻ വേണ്ടിയിട്ടാണോ? ഏതെന്താ നമ്മളിങ്ങനെ കുറെ ഉണ്ടാക്കണോ, പൈസ ഉണ്ടാക്കണോ, അത് ഉണ്ടാക്കണോ, കഷ്ടപ്പെടണോ? അപ്പൊ നമ്മുടെ ജീവിതം മരിക്കാൻ വേണ്ടിയാണോ? ആണ്, നമ്മുടെ ജീവിതം മരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ മരണം എങ്ങനെയായിരിക്കണം? അനായാസേന മരണം, വിനാദൈനേന ജീവനം, ദേഹിമേ കൃപയാ വിഷ്ണു സ്വയം ഭക്തിമചഞ്ചല. അതിൽ നിന്നിൽ അചഞ്ചലമായ ഭക്തിയുള്ള എനിക്ക് ഭഗവാനോട് ചോദിക്കേണ്ട, ഭഗവാനോട് ആവശ്യപ്പെടേണ്ട ഒരേ ഒരു കാര്യം, ആവശ്യപ്പെടുകയാണെങ്കിൽ ഇത് മാത്രമേ ആവശ്യപ്പെടാൻ പാടുള്ളൂ. ഭഗവാനിൽ അചഞ്ചലമായ ഭക്തിയുള്ള എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ പറ്റണം, മരണം വരെ. അപ്പൊ മരിക്കുകയാണെങ്കിലോ അത് അനായാസമായിട്ട് മരിക്കാൻ സാധിക്കണം. അല്ലാണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ദുരിതമായിട്ട് ദുഃഖമായിട്ട് മറ്റുള്ളവർക്ക് തന്നെ ആലോചിക്കും, ചിന്തിക്കുമ്പോ ഒരു ഓർക്കാൻ പറ്റാത്ത ഒരു മരണമായിട്ട് മരിച്ചിട്ട് എന്താ കാര്യമുള്ളത് അല്ലെ? അപ്പൊ ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. നമ്മൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ എങ്ങനെ പറ്റും. ഞാൻ പറയുമ്പോൾ എന്താണെന്നറിയില്ല, എന്നാലും ഞാൻ പറയാണ്, നമ്മളുടെ ആ മരണം അത് ഏറ്റവും ശ്രേഷ്ഠ
തരണം. ആ മരണസമയത്ത് ഭഗവത്ഗീതയിൽ പറയുന്നത് മരണസമയത്ത് ആരാണോ എന്നെ ഓർക്കുന്നത് അവർ എന്റെ അടുത്തേക്ക് എന്റെ സ്പിരിച്വൽ വേൾഡിൽ എത്തുന്നു. അപ്പൊ ആ ഓർമ്മ ജനിക്കണമെങ്കിൽ എന്താ വേണ്ടത്? എപ്പോഴും ഭഗവാന്റെ വിചാരം വേണം. നമ്മൾക്ക് നമ്മുടെ മക്കള്, ഭർത്താവ്, കുട്ടി, കുടുംബം എല്ലാം ഇമ്പോർട്ടൻസ് ആണ്. പക്ഷെ അതിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് ഭഗവാനെ കാണാം, നാമം ഉച്ചരിക്കണം. അത് നമ്മളുടെ കഥ അറിയില്ലേ? അവസാനമായി പാപം ചെയ്തു ലാസ്റ്റ് ഉണ്ടായ കുട്ടിക്ക് നാരായണ പേരിട്ടു. ആ കുട്ടിയാണ് ലാസ്റ്റ് വിളിച്ചതെങ്കിൽ പോലും അത് ഭഗവാന്റെ പേരായത് കാരണം ആൾക്ക് ഒരു ചാൻസ് കൂടി ഭഗവാൻ കൊടുത്തു. അദ്ദേഹത്തിന് ആ സമയം മരണം കൊടുത്തില്ല. യമദൂതന്മാർക്ക് അദ്ദേഹത്തിന്റെ ശരീരത്തെ സ്പർശിക്കാൻ സാധിച്ചില്ല. അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചെന്ന് പറഞ്ഞാല് നാരായണ നാമം ജപിച്ചിരുന്നത്. അപ്പൊ ഈ കലിയുഗത്തിൽ എനിക്ക് എല്ലാ സ്ത്രീകളോടും കുട്ടികളോടും എല്ലാം പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടുന്ന 24 മണിക്കൂറിൽ ഒരു 15 മിനിറ്റെങ്കിലും ഒരു മാലയെങ്കിലും ജപിക്കുക, ഒരു ജപമാല വാങ്ങാം. ജപമാല എല്ലാവരുടെയും ഇപ്പൊ മുസ്ലിം ഞാനിപ്പോ മലപ്പുറത്താണല്ലോ, ഒരുപാട് മുസ്ലിംസിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നതും ഇന്ററാക്ട് ചെയ്യുന്നതും ഒക്കെ. അവരുടെ എല്ലാവരുടെ കയ്യില് ജപമാലയുണ്ട്. ഈ ജപമാല പിടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ സ്റ്റോപ്പ് വാച്ച് പോലത്തെ ചെറിയൊരു മോതിരം പോലെയാണ്. അവർ ഈ മോതിരം പോലെ ഇട്ടിട്ട് അതിലിങ്ങനെ അവരുടെ നാമം